KPCC നേതൃമാറ്റത്തിൽ ഉറച്ച ഹൈക്കമാൻഡ്. സമ്പൂർണ്ണ പുനഃസംഘടനയെ സുധാകരപക്ഷം എതിർക്കുകയാണ്. കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഹൈക്കമാൻഡ്. ഊർജ്ജസ്വല നേതൃത്വം വേണമെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. എതിർപ്പ് അവഗണിച്ച് ആന്റോ ആന്റണിയെ തന്നെ പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് കാലമായതോടെ പുനഃസംഘടന അതിവേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനം. കെ സുധാകരനെ മാറ്റി സമ്പൂർണ്ണ പുനഃസംഘടനയാണ് ലക്ഷ്യമിടുന്നത്. നേതൃമാറ്റത്തിൽ കടുത്ത വിയോജിപ്പാണ് സുധാകര പക്ഷത്തിന്. കെ സുധാകരനെ അനുനയിപ്പിച്ച് പാർട്ടിയിലെ അഴിച്ചുപണി പൂർത്തിയാക്കാനാണ് ശ്രമം. ആവശ്യമെങ്കിൽ ദേശീയ നേതൃത്വം നേതൃമാറ്റം നടപ്പിലാക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുനഃസംഘടനയോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് ആലോചിച്ച് വേണ്ട നടപടി സ്വീകരിക്കും. വിശദമായ ചർച്ചകൾ നടക്കണമെന്നാണ് കേരളത്തിലെ ചില നേതാക്കളുടെ നിലപാട്. അടിമുടി പുനഃസംഘടന വേണമെന്ന അഭിപ്രായം എല്ലാ നേതാക്കൾക്കുമുണ്ട്. പ്രവർത്തിക്കാത്തവർക്ക് അവരെ നീക്കം ചെയ്യുന്നുള്ള തീരുമാനം അത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പാർട്ടി പദവികൾ അലങ്കാരമായി വെക്കുന്നവർക്കുള്ള ശക്തമായിട്ടുള്ള താക്കീതാണ് ആ തീരുമാനം. ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് നേതൃമാറ്റം. ഊർജ്ജസ്വല നേതൃത്വം അനിവാര്യമാണെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. DCC അധ്യക്ഷന്മാരെയും ഉടൻ മാറ്റും. സംസ്ഥാനത്തെ പുതിയ രാഷ്ട്രീയ മാറ്റങ്ങൾ കൂടി വിലയിരുത്തിയാണ് പുനഃസംഘടന വേഗത്തിലാക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.